ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജിജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാഴക്കൂമ്പ് തോരനുമായിട്ടാണ്. നമ്മുടെ സൊസൈറ്റിയിൽ തന്നെയുള്ള വാഴക്കൂമ്പാണിത്. 2 വാഴക്കൂമ്പുണ്ട്. അതിനെ രണ്ടിനെയും നമുക്ക് ഒടിച്ചെടുക്കാം. ഇത് ആദ്യത്തെ വാഴക്കൂമ്പാണ്. ഇതിനെ നമുക്ക് ഒടിച്ചു മാറ്റിയെടുക്കാം. ഇനി രണ്ടാമത്തെ കൊലയിൽ നിന്നും രണ്ടാമത്തെ കൂമ്പും ഒടിച്ചെടുക്കാം. ഇതൊരു ശകലം വലിയ കൂമ്പാണ്. അതിനെ നമുക്ക് ഒടിച്ചെടുക്കാം. പിന്നെ ഇതിനെ പുറത്തെ തൊലികൾ കുറേയധികം ഞാനിതിനെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതിനെ അരിഞ്ഞെടുക്കുന്നത്. ഇതിനെ നല്ലതുപോലെ കൊത്തി നല്ല ഷാർപ്പുള്ള കത്തി വെച്ചിട്ട് നമുക്ക് അരിഞ്ഞ് മാറ്റിയെടുക്കാം. പൊടിയായിട്ടാണ് ഞാനിവിടെ ഈ കൂമ്പിനെ അരിഞ്ഞെടുക്കുന്നത്. പുറത്തെ തൊലിയൊക്കെ ഒത്തിരി പൊളിക്കാതിരുന്നാൽ നമുക്ക് കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് കുറേ തൊലികളങ്ങ് പൊളിച്ച് കളഞ്ഞു മാറ്റിയത്. ഇത് അരിയുമ്പോൾ ഇതിനകത്തിൽ ധാരാളം കറയുണ്ട്. അത് നമ്മൾ വെളിച്ചെണ്ണ ഇതിനകത്തിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ആ കറയൊക്കെ എടുത്ത് കളയുന്നുണ്ട്. നിങ്ങൾ ക്ഷമയോടെ ഇത് കാണുക. ഞാനത് കാണിക്കുന്നുണ്ട് ഇതിനകത്തിൽ. അപ്പോൾ ഇവിടെ ഞാൻ 2 കൂമ്പും ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്രയും കിട്ടിയിട്ടുണ്ട് കൂമ്പ് അരിഞ്ഞപ്പോൾ. ഇനി ഇതിനകത്തിലോട്ട് ഞാൻ ശകലം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലെ കറ എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മിയുമ്പോൾ ഇതിൻ്റെ കറയെല്ലാം നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടി വരും. അപ്പോൾ ആ കറ നമുക്ക് എടുത്ത് കളയാം. ആ കറയോടുകൂടി നമ്മൾ തോരൻ വെച്ചാൽ അത് കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ല, ഇതുപോലെ കറയുണ്ട്. ഈ കറയെല്ലാം നമുക്ക് എടുത്തു മാറ്റി കളയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തോരൻ കഴിക്കാതെ തന്നെ നമുക്ക് കിട്ടും. അല്ല 2 പ്രാവശ്യം ഞാനിവിടെ 3 പ്രാവശ്യം ഇവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ അരമുറിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ച് ഇതിനാവശ്യമായ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ കടുകും 1/4 ടേബിൾ സ്പൂണ് ജീരകവും ഇട്ട് പൊട്ടി കഴിയുമ്പോൾ ഒരു വലിയ സവാള അരിഞ്ഞതാണ് ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ശകലം വെളുത്തുള്ളി ചതച്ചതും 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിക്കനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പിലോട്ട് അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിട്ട് നല്ലതുപോലെ തിരുമ്മി ചേർത്ത് പിടിപ്പിക്കാം. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് വൻപയർ പുഴുങ്ങിയതാണ്. അത് ഞാനൊരു 150 ഗ്രാമോളം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ തോരന് നല്ലൊരു ടേസ്റ്റ് വരും. ഇവിടെ തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ചീനിച്ചട്ടിയിലോട്ട് എരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിന് ശകലം പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഓൾറെഡി വെള്ളം ഉള്ളതാണ്. ആ വെള്ളത്തിൽ തന്നെ ആവിയിൽ തന്നെ കിടന്നാണ് ഇത് വേവുന്നത്. ഇത് നമ്മളിങ്ങനെ അടച്ചു വെക്കുമ്പോൾ ഗ്യാസ് സ്ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മാത്രം മതി. പിന്നെ ഇതിന് ആവശ്യമായ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ചേരുവകളൊക്കെ നമ്മളിവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു അടപ്പുള്ള പാത്രം ഇതിൽ മൂടി വെക്കാവുന്നതാണ്. ഗ്യാസ് സ്ലോയിൽ വെക്കണം. ഇതിപ്പോൾ 5 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ കൂമ്പ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ശകലം പോലും വെള്ളമയത്തിൻ്റെ അംശമൊന്നുമില്ല. നല്ല കുഴയാതെ തന്നെ നല്ല ഇതിലാണ്, നല്ല ടെക്സ്ചറിലാണ് നമുക്കിതിനെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ തോരൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ശകലം കൂടി വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ തോരനിവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലാണ് കിട്ടിയേക്കുന്നത്. അതിൻ്റെ മണം തന്നെ നമുക്ക് രുചിച്ചറിയാൻ പറ്റും എത്രയോ ടേസ്റ്റിലാണിത് കിട്ടിയിരിക്കുന്നത്.
ഉണ്ടല്ലേ, അടിപൊളി ടേസ്റ്റിലാണ് ഇതിനെ കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണും വരെ ബായ്.